ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സ്പെഷ്യലായിട്ടൊരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴുള്ള ആൾക്കാർക്കൊക്കെ പറ്റുമെന്ന് അറിയില്ല, പണ്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാക്കി കഴിച്ചതിന് ഒരു റെസിപ്പിയാണ് കേട്ടോ. കാവത്തും കൂട്ടാനും നല്ല അടിപൊളി തേങ്ങ കരച്ച കുഞ്ഞമ്മത്തിക്കറിയൊക്കെയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ ഞാൻ ഇന്നിപ്പോൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ സാധാ നമ്മൾ ഉണ്ടാക്കുന്ന ചീയപ്പുണ്ടല്ലോ, അതാണ് കേട്ടോ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ്. അത് ഞാൻ ഇടയ്ക്ക് വീഡിയോയിൽ കാണിക്കണതല്ലേ. അപ്പം എടുക്കണില്ല എന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഞാൻ സ്റ്റാൻഡൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടോ. പിന്നെ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല, ഇന്നും വീഡിയോ ഇടാതൊക്കെ ഉണ്ടല്ലോ വിചാരിച്ചിട്ട് ട്രൈബോർഡൊക്കെ എടുത്തുകൊണ്ടെന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അപ്പം ചുട്ടെടുക്കുന്നുണ്ട്. അപ്പം ചുട്ട് പകുതിയായിട്ടാണ് വീഡിയോ എടുക്കാനുള്ള മൂഡ് വന്നത് കേട്ടോ. പിന്നെ ദോശമാവും ഇഡ്ഡലിമാവും ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. ഇത് കുട്ടികൾക്ക് മടുപ്പുണ്ടാവില്ല, അവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അതിക്ക് എന്തെങ്കിലും ഒരു കറി ഉണ്ടെങ്കിൽ, ഇനി ഒന്നുമില്ലെങ്കിൽ തേങ്ങാ ചട്നി ഉണ്ടാക്കി കൊടുത്താലും ഒരു കഴിച്ചോളും. കുറ്റം പറയൂല കേട്ടോ. കുറ്റം പറയല്ല, ഒരു മടുപ്പുണ്ടാവില്ല ചില കുട്ടികൾക്ക്, അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. ചപ്പാത്തി രാവിലെ ഉണ്ടാക്കി പറ്റൂല, വൈകുന്നേരം എനിക്കും ഉമ്മാക്കൊക്കെ വൈകുന്നേരം ചപ്പാത്തി ഉണ്ടാക്കുക വിചാരിച്ച് ചപ്പാത്തി ഉണ്ടാക്കിയാൽ അപ്പോൾ അവർക്ക് ചപ്പാത്തിയേ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയാണ് കേട്ടോ മക്കളെ അവസ്ഥ. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ എന്താ ചെയ്യുക, അപ്പം ആയാൽ അവർക്ക് മടുപ്പും കാര്യങ്ങളൊന്നുമില്ല, ഒരു കഴിച്ചോളും എന്നാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ അപ്പൊക്കെ ഞാൻ ചുട്ടെടുത്തു. ഒക്കെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം പറഞ്ഞു കൊടുത്താൽ പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് വേറെ എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യാം. കാരണം ഇതിങ്ങനെ അതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ നിൽക്കുമൊന്നും വേണ്ട. അപ്പം ചുടുന്നതിൻ്റെ ഇടയിൽ പിന്നെ കിച്ചണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് കറി ഉണ്ടാക്കിയത് കടലക്കറി കേട്ടോ. അതും ഞാൻ കാണിച്ചിട്ടില്ല. കടലക്കറി ഞാൻ കുക്കറിൽ അതിൻ്റെ അടിയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ അരക്കാത്ത കടലക്കറി ആയിട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. കടലിൻ്റെ കൂടെ ഒരു ഉരുളക്കിഴങ്ങും തക്കാളിയും സവാളയും ഒക്കെ ആയിട്ട് അരിഞ്ഞിട്ട് കൊടുത്തു. അതിലേക്ക് പച്ചമുളകും ഇട്ട് കൊടുത്തു. അതേപോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതും മസാലപ്പൊടികളായിട്ട് അതും ഇട്ട് കൊടുത്തു. കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തു. അങ്ങനെ കടല വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടതിന്. അങ്ങനെ കടലക്കറി ആയി. അതൊന്ന് തൂമിച്ചെടുക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചീര ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചീരയൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ടെന്ന് അതും ഒന്ന് കഴുകിയൊക്കെ റെഡിയാക്കണം. മണ്ണൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ താഴെ. ഇങ്ങനെ വേരോടൊക്കെ പറിച്ചെടുത്ത ചീരയാണ്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ആ ഒരു മണ്ണൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കറിയും തൂമിച്ചു. അപ്പോൾ ഇന്ന് തേങ്ങ അരക്കാത്ത കറിയാണ് കേട്ടോ. തേങ്ങ അരക്കാത്ത കടലക്കറിക്കും ചെറുപയർ കറിക്കൊക്കെ ഒരു ഉരുളക്കിഴങ്ങ്, കുറച്ച് വലിയൊരു ഉരുളക്കിഴങ്ങ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല കൊഴുപ്പൊക്കെ കിട്ടും. തേങ്ങ അരക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ കറിയായി. പിന്നെ അപ്പം ചുടലും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളെ ചീരൻ്റെ മണ്ണൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ. ചീര നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീരയാണ് കേട്ടോ. ഇന്നലെ വാങ്ങിച്ചതാണ്. ഞാൻ പുറത്ത് പോയപ്പോൾ അപ്പോൾ പറിച്ച് കൊണ്ടുവന്നിട്ടുള്ളൂ ഇതിനൊരു കാക്ക. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ആ വേരിൻ്റെ അവിടെയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു മണ്ണിലെ ഭാഗമൊക്കെ. എന്നാലും ചീരമ്മക്കൂടെ മണ്ണൊക്കെ ഉണ്ടായിന്. അപ്പോൾ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ അമ്മക്കും കുട്ടികൾക്കും ചായയൊക്കെ കൊടുത്തു. ഞാനും ചായ കുടിച്ചിട്ടില്ല. അങ്ങനെ നമ്മളെ കടലക്കറിയും പിന്നെ എന്താ പറയുക, ഈ അപ്പം നിന്ന് എടുക്കാനാണ് കേട്ടോ കിട്ടാൻ ഗതികേട്. കാരണം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചോണ്ടേ ഇക്കാരം. അപ്പോൾ എന്തായാലും കറിക്ക് തേങ്ങയൊന്നും അരച്ചിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിന് കേട്ടോ കടലക്കറിയും. അതേപോലെ നമ്മളെ ചീയപ്പൊക്കെ കഴിക്കാൻ. അങ്ങനെ എല്ലാവർക്കും ചായയൊക്കെ കൊടുത്തു. പിന്നെ ഞാനും ചായയൊക്കെ കുടിച്ചു. പിന്നെ ഇനിയിപ്പോൾ ചീര ഉപ്പേരി ഉണ്ടാക്കണം. അതിനിതാ ഞാൻ ചീരയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഒക്കെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ ഒന്ന് അരിഞ്ഞെടുത്താൽ മതി. പിന്നെ കുറേ ദിവസമായിട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഗിവ് അവേ വിന്നറെ തിരഞ്ഞെടുക്കണം എന്നുള്ളത്. ഇൻഷാല്ലാ നാളത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ ആരാണ് ഈ പ്രാവശ്യത്തെ വിന്നർ എന്നുള്ളത്. നമ്മൾ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്തിട്ടേ കുറേ കമൻറ്റിന് ഞാൻ ഇന്നലെ റിപ്ലൈ തന്നാണ്. ഇനിയുണ്ട് കുറേ നോക്കാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നാളെ ഞാൻ വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ മാസത്തെ നമ്മൾ അതിൻ്റെ സ്വാലത്തെ പ്രോഡക്റ്റുകൾ വന്നിട്ടില്ല, 10-ാം തീയതിൻ്റെ ഉള്ളിലായിട്ടാണ് വരിക. അപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് ഞാൻ ആരാണ് വിന്നർ വെച്ചാൽ ഒരുക്കാൻ അയച്ചു തരുന്നുണ്ട് കേട്ടോ. ഇൻഷാല്ലാ അത്രേ പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഈ ചീരക്ക് നല്ലോണം തണ്ടുണ്ട് കേട്ടോ. ഈ ചീരൻ്റെ തണ്ട് മാത്രം എടുത്താണ്ട് പരിപ്പ് ഇട്ടാണ്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പിന്നെ തണ്ട് വേറെയും ഇല വേറെ ഒന്നും എടുത്തിട്ടില്ല. ഈ ഇതൊക്കെ കൂടെ ഇട്ടാണ്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണത്. ചീരൻ്റെ തണ്ടും പരിപ്പും അതിക്ക് പച്ചമുളകും ഇട്ടാണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ തേങ്ങ അരക്കണമെങ്കിൽ തേങ്ങ അരക്കുക, അല്ലെങ്കിൽ അങ്ങനെ അല്ല തൂമിച്ചെടുത്താൽ മതി. കടുക് വറുക്കല്ല, തൂമിച്ചെടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ ആ കറി. ചെറുള്ളി അരിഞ്ഞിട്ട് അങ്ങനെ തൂമിക്കണം, അപ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ചീരയൊക്കെ ഞാൻ അരിഞ്ഞെടുത്തു. പിന്നെ ചീര ഉപ്പേരി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പൊക്കെ ചുടൽ കഴിഞ്ഞ് നമ്മൾ അടുപ്പ് ഒഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് കൊണ്ടുപോകാൻ ചോറുണ്ടായിനി. തലേ ദിവസം കുറച്ച് വൈകിയാണ് രാത്രി ചോറ് കുറച്ച് കുറവായപ്പോൾ വെച്ചിരുന്നത്. അപ്പം അത് അതിന് എടുത്ത് വെച്ചിന് കേട്ടോ. അപ്പോൾ അത് ഞാൻ തിളപ്പിച്ചൂറ്റി അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആക്കം പോലെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ കൂട്ടാൻ ഉണ്ടാക്കണം. അപ്പോൾ ഇതാ വേഗം ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ചെറുള്ളി അല്ല കേട്ടോ, വല്ലുള്ളി ചെറുതാക്കി അരിഞ്ഞേക്കാണ് ഞാൻ. എന്നിട്ട് അതിക്ക് ഇട്ടിട്ട് മൂപ്പിച്ചെടുത്തേക്ക് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ പച്ചമുളക് ചതച്ചത് കഴിഞ്ഞിട്ടില്ല കേട്ടോ, കുറേ ദിവസത്തേക്കാണ് ഈ പച്ചമുളക് ചതച്ചത് ഉണ്ടായിട്ട്. അപ്പോൾ അതും കുറച്ച് ഇട്ട് കൊടുത്തു. പിന്നെ അതാ ആക്കെ മൂത്ത് വന്നപ്പോൾ നമ്മൾ ചീര കട്ട് ചെയ്ത് വെച്ചിരുന്നാലോ അതും ഇട്ട് കൊടുത്തു. ഇന്നലെ അല്ല, അതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ മുരിങ്ങുപ്പേരി ഉണ്ടാക്കിയില്ല. അപ്പം മുട്ട കുത്തി പറന്നിട്ടുണ്ട് ഇതിലേക്ക്. അങ്ങനെ ചീര ഉണ്ടാക്കട്ടോ, അപ്പോഴും നല്ല ടേസ്റ്റാണ്. മുട്ട ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ചീര തന്നെ ഉണ്ട് ഇഷ്ടം പോലെ. അപ്പം ഇനി മുട്ടയും കൂടെയൊക്കെ ഇട്ടാൽ ഇതിലേറെ കുറച്ച് അധികം ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ഒരേ ടേസ്റ്റായ രസമല്ലല്ലോ. അപ്പോൾ ഞാൻ മുട്ട ഇട്ടിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട ഇട്ട് കൊടുത്തോണ്ടി. പിന്നെ ഇത് അങ്ങനെ അടച്ച് വെച്ച് വേവിക്കും വേണ്ട. ചീരൻ്റെ ഇലയല്ലേ, വെള്ളം ഒഴിക്കണ്ട. അത് ആ കഴുകിയ വെള്ളത്തിൻ്റെ നനവന്നെ അയിമ ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ ഇതേപോലെ മിക്സാക്കി കൊടുത്താണ്ട് കുറച്ച് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ചതച്ചത് ഞാൻ നേരത്തെ ഇട്ടിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളക് ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തേങ്ങ ചതക്കുമ്പോഴേ പച്ചമുളകും ചതക്കുക. തേങ്ങ ഇപ്പോൾ ചതച്ചിട്ടൊന്നുമില്ല കേട്ടോ, ചിരവിയാണ്ടാണ് ഇട്ട് കൊടുത്തേക്കാണ്. അപ്പം ഒന്നും അടച്ചേക്കുണ്ട്. ആ തണ്ടൊക്കെ ചിലത് അതിൻ്റെ ഉള്ളൊന്ന് വേവാണ്ട് അതിന് വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ചീരപ്പേരിയൊക്കെ ആയി. അപ്പോൾ ഞാൻ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഉപ്പ് ഞാൻ നേരത്തെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. ഉപ്പിട്ടതൊന്നും ചിലപ്പോൾ വീഡിയോയിൽ കണ്ടിട്ടില്ല. എന്നിട്ട് ചില ആൾക്കാർ പറയും നിങ്ങൾ എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോൾ ഉപ്പിടലൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പിടലുണ്ട്. ഉപ്പിടൽ ചിലപ്പോൾ വീഡിയോയിൽ കാണൂല എന്നുള്ളൂ. ഉപ്പിടാതെ എന്തുണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടാവില്ലല്ലേ. അപ്പോൾ ഉപ്പേരി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇത് ഒരു പാത്രത്തേക്ക് മാറ്റുന്നുണ്ട്. നമ്മളങ്ങനത്തെ ഇരുമ്പിൻ്റെ ചട്ടിയിലൊക്കെ കുക്ക് ചെയ്താലേ കുറച്ച് കഴിയുമ്പോൾ അതിന് കളറ് മാറും. എന്തുണ്ടാക്കുകയാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ഇരുമ്പിൻ്റെ ചൊവയും വരും, കളറും മാറും. അപ്പോൾ കുക്ക് ചെയ്താൽ അപ്പം തന്നെ ഞാൻ ഇന്ന് മാറ്റും. ഇരുമ്പിൻ്റെ ചട്ടികൾ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ, പക്ഷേ കുക്ക് ചെയ്താൽ അപ്പം തന്നെ മാറ്റും. പിന്നെ ചോറിന് അരിയൊക്കെ ഇട്ട് കൊടുത്തു. വെള്ളം വെച്ചിനി പിന്നെ അരിയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ കാച്ചിലുണ്ട് കേട്ടോ, അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. കാവത്ത് എന്നാണ് ഞങ്ങൾ പറയല്. കാച്ചിൽ പറഞ്ഞാലേ ചിലർക്ക് അറിയുള്ളൂ. അപ്പോൾ കാച്ചിൽ എന്ന് പറഞ്ഞതാണ്. ഇതിങ്ങനെ വയലറ്റ് കളറുള്ളതുണ്ടാവും. അതേപോലെ വേറെ ഇത് മൂച്ചിക്കാവത്താണ് തോന്നുന്നു ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് അടുത്ത വീട്ടിൽ നിന്ന് തന്നതേനും. അപ്പോൾ ഇതുകൊണ്ട് ഒരു കൂട്ടാനും ഉണ്ടാക്കാം, മീൻകറി അതും ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഇത് പുഴുങ്ങി ചമ്മന്തിയൊക്കെ കൂട്ടിയാണ്ട് അങ്ങനെയും കഴിക്കും. അങ്ങനെ വേണമെങ്കിൽ നമ്മൾ കപ്പയൊക്കെ പുഴുങ്ങി കഴിക്കൂലേ, അതേപോലെ കേട്ടോ. ഞാൻ ഇപ്പം ഉണ്ടാക്കുന്നത് കൂട്ടാനായിട്ടാണ് ഉണ്ടാക്കുന്നത്. മീൻകറിയും കൂട്ടിയിട്ട് കഴിക്കാനൊരു പൂതി. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ ഇത് മുഴുവൻ ഞാൻ എടുത്തിട്ടില്ല, ഒരു കഷ്ണം എടുത്തിട്ടുള്ളൂ. എന്നിട്ടത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മണ്ണൊക്കെ കളഞ്ഞ് വൃത്തിയിൽ വേണമെങ്കിൽ ഇത് കട്ട് ചെയ്തെടുക്കണ്ടെങ്കിൽ. ഇതിനൊരു കൊഴുപ്പുണ്ടായതുകൊണ്ടേ മണ്ണ് പിടിക്കും. നല്ലോണം കഴുകിയാലേ വൃത്തിയാവുള്ളൂ. മീൻ നന്നാക്കാനും ചേമ്പ് നന്നാക്കാനും ചേന നന്നാക്കാനൊക്കെ ഈ അലക്കണ കല്ലുമ്മക്ക് തന്നെയാണ് കേട്ടോ വരല്. അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മണ്ണൊക്കെ നല്ലോണം കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ നുറുക്കിയിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഉമ്മ ഉണ്ട് കേട്ടോ എൻ്റെ ഒപ്പം. ഉമ്മ പറഞ്ഞ് ഇതിക്ക് ഉപ്പും വെള്ളം ഒഴിച്ചാണ്ട് അടുപ്പത്ത് വെച്ചാൽ മതി പറഞ്ഞു. പിന്നെ മീൻകറി ഉണ്ടാക്കുന്നതുകൊണ്ട് വേറെ തേങ്ങ ചതക്കിയിടും അങ്ങനെയൊന്നും ആക്കണില്ല കേട്ടോ. ഞാൻ അതേപോലെ കട്ട് ചെയ്തെടുത്തിക്കണ്. ഇനി കുടുക്കിയിലിട്ടിട്ട് അങ്ങനെ ഉമ്മ പറഞ്ഞ പോലെ വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടാണ്ട് അങ്ങനെ വേവിച്ചെടുക്കരുത്. കറി ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ചക്കക്കൂട്ടാനൊക്കെ ഉണ്ടാക്കുമ്പം ചെറുള്ളിയും തേങ്ങയും കാന്താരിമുളകോ പച്ചമുളകോ ഒക്കെ ചതച്ചാണ്ട് ഇട്ട് കൊടുക്കുമല്ലോ. അങ്ങനെ ഇട്ട് കൊടുത്താണ്ട് അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കട്ടോ. മീൻകറിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ പിന്നെ അങ്ങനെ ഉണ്ടാക്കണമെന്നൊന്നുമില്ല, ഇങ്ങനെ വെച്ചാലും മതി. ഇത് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാൻ കലത്തേക്ക് ഇട്ട് കൊടുത്തതാണ്. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ നികന്ന് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കാൻ അമ്മ പറഞ്ഞത്. അപ്പോൾ അത് പാകയിക്കാരം വേവ് എന്ന് പറഞ്ഞു. ആ വെള്ളം വറ്റുമ്പോൾ ഇത് വേവും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിത് കലത്തേക്കൊക്കെ ഇട്ട് ഇനി അടുപ്പത്ത് കൊണ്ടുപോയി വെക്കട്ടെ. അപ്പോൾ ചോറൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതൊക്കെ തന്നെയാണ് കേട്ടോ ചോറിന് കൂട്ടാനും. ഉപ്പേരി കായ്, പിന്നെ അതേപോലെ ഈ ഒരു കാച്ചിൽ കൂട്ടാനും, പിന്നെ ഞാൻ പറഞ്ഞല്ലോ മത്തിക്കറി ഉണ്ടാക്കുന്നുണ്ടെന്ന്, അതൊക്കെയാണ് കേട്ടോ. പിന്നെ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കണില്ല കേട്ടോ. കറി ഉണ്ടാക്കണം നിങ്ങൾ എന്നെ ചീത്തറി ഞാൻ ആ കുഞ്ഞമ്മത്തിക്കറിയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോയിൽ കാണിച്ചാൽ. ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസൊക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ ഹോം ഷോപ്പത്തെ ബില്ല് ക്ലോസിംഗ് ഒക്കെ കഴിഞ്ഞ് ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വല്ലാതെ ടൈം കിട്ടണില്ല വീഡിയോ എടുക്കാനൊന്നും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ മീനൊക്കെ നന്നാക്കി എടുക്കട്ടെ. ചെറിയ മത്തിയല്ലേ, ഇത് നന്നാക്കി എടുക്കണമെങ്കിൽ തന്നെ കുറേ നേരം പിടിക്കും. അങ്ങനെ അത് നന്നാക്കിയൊക്കെ വന്നപ്പോഴത്തേന് നമ്മളെ കാച്ചിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അത് ഇതിൻ്റെ ഇടയിൽ ഞാനൊന്ന് വന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അടുപ്പത്തെ തീയൊക്കെ കെട്ടാണ് വെന്തും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നിങ്ങനെ കുത്തി ഉടച്ചും കൊടുക്കുന്നുണ്ട്.
ഇവിടെ മക്കൾക്കൊക്കെ ഇങ്ങനെ പൂള കൂട്ടാനായാലും ഇതേപോലെ ചേമ്പും കൂട്ടാനോ കാച്ചിൽ കൂട്ടാനൊക്കെ ആണെങ്കിലും നല്ലോണം ഉടക്കണം കേട്ടോ. ഉടച്ചാലുള്ളവർക്ക് ഇഷ്ടം. ആ കഷ്ണം എവിടെയും കാണാൻ പാടില്ല. അങ്ങനെ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞ് അതൊക്കെ കഴുകി കൊണ്ടുവന്ന് അതിന് കുറച്ചെടുത്താണ്ട് ഞാൻ മീൻകറി തേങ്ങ അരച്ച മീൻകറി ആക്കുന്നുണ്ട്. ബാക്കിയുള്ളത് കുറച്ച് ഉപ്പും മുളകൊക്കെ തേച്ച് അവിടെ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അതിനിപ്പോൾ വൈകുന്നേരം പൊരിക്കുള്ളൂ. സിമ്പിളായിട്ടില്ല മീൻ കറി കേട്ടോ. തേങ്ങ അരച്ചപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും കൂടെ ഇട്ട് വലിയ ജീരകവും ഇട്ടിട്ടുണ്ടായിന്. എന്നിട്ട് അരച്ചെടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചെറിയ ഉള്ളിയും ഒക്കെ മൂപ്പിച്ചാണ്ട് അതിക്ക് ഈ തേങ്ങ അരച്ച അരപ്പാണ് ഒഴിച്ചു കൊടുത്തു. പിന്നെ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ തേങ്ങ അരച്ച അരപ്പ് ഒഴിച്ചു കൊടുത്തു. അതിക്ക് ഉപ്പ് ഇട്ട് കൊടുത്തു. നമ്മൾ കുഞ്ഞമത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം തിളച്ച് മീനൊക്കെ വെന്ത് കറി ഒന്ന് കുറുകി വന്നിട്ട് ഒന്ന് തൂമിച്ചെടുക്കും കൂടെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഉലുവ ഇട്ടുകൊണ്ടാണ് കേട്ടോ അത് തൂമിച്ചത്. ചെറിയുള്ളിയൊന്നും ഞാൻ പിന്നെ ഇട്ടിട്ടില്ല, നേരത്തെ ഇട്ടിട്ടുണ്ടേനി. അങ്ങനെ മീൻകറി ആയി. അപ്പം നമ്മൾ കാച്ചിൽ കൂട്ടാനും മീൻകറിയൊക്കെ കഴിക്കട്ടോ. അപ്പോൾ ഈ കാച്ചിൽ ഇങ്ങനെ തന്നെയാണ്. ഇത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടേക്കാരം ഉണ്ടാകുക. പിന്നെ അത് ഇരിക്കണോടത്തോളം അങ്ങനെ കുറുകി വരും. അപ്പോൾ അതേപോലെ അയക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു വാഴൻ്റെലൊക്കെ മുറിച്ചുകൊണ്ടുവന്നാണ് പ്ലേറ്റിക്ക് വെച്ച് കൊടുത്ത് അയക്കാണ് കേട്ടോ വിളമ്പിയിട്ടുള്ളത്. വാഴൻ്റെലയിൽ കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ, അതിന് വേണ്ടിയിട്ട്. ടേസ്റ്റൊക്കെ ഒരേപോലെ തന്നെ ആയിക്കാരം. പിന്നെ ഒരു സൈഡിക്ക് നമ്മളെ ചീരോപ്പേരി ഇട്ടിക്കണ്. പിന്നെ നമ്മളെ ഹോം ഷോപ്പത്തെ പ്രൊഡക്റ്റാണ് കേട്ടോ. നല്ല അടിപൊളി അമ്മിക്കല്ല് ചമ്മന്തി. ഈ മാസ്ലവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ഓരതാണ് കേട്ടോ ഈ അമ്മിക്കല്ല് ചമ്മന്തി. അതേപോലെ കൊണ്ടാട്ട മുളകിൻ്റെ അച്ചാർ, അതൊക്കെ അതാണ് കേട്ടോ ആ ചമ്മന്തി. ഇത് ഞങ്ങൾ 70 രൂപക്കാട്ടോ കൊടുക്കുന്നത്. ഒരു ബോട്ടിലിന് 70 രൂപയാണ്. 70 രൂപക്ക് ഒറ്റ നഷ്ടമല്ല കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെ, നല്ല ടേസ്റ്റാണ്. ചോറിനൊക്കെ ഇതിൽ സൈഡായിട്ട് ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണമെന്നില്ല. അത് കുഴച്ച് അങ്ങനെ കഴിച്ചാലും ചോറിറങ്ങും. അത്രയും ടേസ്റ്റാട്ടോ. എരിവും ഉണ്ട്, പുളിയുണ്ട്, നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ്. അപ്പോൾ മീൻകറിയൊക്കെ ഒഴിച്ചു കൊടുത്തു. നമ്മളെ ചമ്മന്തിയും ഒരു സൈഡിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒക്കെ കൂടെ കൂട്ടി കുഴച്ച് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ അട്ടാറ് ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴുള്ള മക്കൾക്കൊന്നും ഇങ്ങനത്തെ ഒന്നും ചിലപ്പോൾ ഇഷ്ടം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മളെ തൊടിയെന്നോ അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്നോ എവിടുന്നേലൊക്കെ കിട്ടുകയാണെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ കിട്ടുമ്പോഴൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കുകൊണ്ട് പഴയകാല രുചിയൊക്കെ ഒന്ന് അറിഞ്ഞോട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനി ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ലൈക്കും ഷെയറും ഒന്നും ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.